ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. കേസ് സാറാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ഓണം എക്സാം ഒക്കെ എത്താറായിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മുടെ ഓണം എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? നിങ്ങളിതാ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കേട്ടിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ വർഷം എന്തായിരുന്നു, +2-നൊക്കെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്തു, കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ള അല്ലേ? യെസ്, അപ്പോൾ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. യെസ്, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം. കഴിഞ്ഞ വർഷം നമുക്ക് പബ്ലിക് എക്സാമിന് മാത്രമായിരുന്നു പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ നോർമൽ തന്നെയായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും പബ്ലിക് എക്സാം ആയാലും എല്ലാം തന്നെ നല്ല രീതിക്ക് ടഫായിരിക്കും. പാറ്റേണിൽ ചേഞ്ച്ഡ് ആയിട്ട് തന്നെയായിരിക്കും വരിക. അപ്പോൾ എന്താണ് ഈ പാറ്റേൺ ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, പാറ്റേൺ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. യെസ്, നമ്മൾ സാധാരണ നമ്മളൊരു എക്സാമിന് നമ്മളെന്താണ് ഒരു കാര്യം പഠിക്കുന്നു, അത് എക്സാമിലേക്ക് പോയിട്ട് ആ ക്വസ്റ്റ്യൻ എന്ത് വരുന്നു അതിനനുസരിച്ച് നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. യെസ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം എന്താണ്, എക്സാമിൻ്റെ ഒരു മോഡൽ മാറിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ടൈപ്പ് ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ടൈപ്പ് എന്താണ് ഈ ആപ്ലിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ബൈഹാർട്ട് പഠിച്ചു വെക്കുക, അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ആ ക്വസ്റ്റ്യൻ വന്നാൽ അത് അങ്ങോട്ട് എഴുതി കൊടുക്കുക എന്നതല്ല. അത് ചേഞ്ച് ആയി മക്കളെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഇപ്പം ഒരു ബിസിനസ് സ്റ്റഡീസിലോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിലോ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം അല്ലെ, ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിലാണെങ്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്താക്കുന്നത് ഈ എക്സാമിലൂടെ നമുക്ക് നോക്കുന്നത്. ഇപ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നു. റെഡി, എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, യെസ്, ഇവിടെ നിങ്ങൾ ഏത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും? ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. റെഡി, അപ്പോൾ അതാണ് എന്തെന്ന് ഈ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും എന്തല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു പോയിട്ടോ അല്ലെങ്കിൽ അത് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, ആ ഒരു കൺസെപ്റ്റ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റെഡി, ഇപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നതാണ് എക്സാമിലൂടെ നോക്കുന്നത്. സോ അവിടെ ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് സാറ് പറഞ്ഞ പോലെ ഈ ബൈഹാർട്ടൊക്കെ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ ബുദ്ധിമുട്ടും അല്ലെ, എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ കേസ്, അക്കൗണ്ടിങ് ഒക്കെ ജസ്റ്റ് നമ്മൾക്ക് ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. പലരും എന്ത് ചെയ്യുന്നു, ആ ഫോർമാറ്റൊക്കെ ജസ്റ്റ് എന്താക്കുന്നു, യെസ്, അതേപോലെ അങ്ങോട്ട് അതിൽ എന്താ കള്ളിയിൽ കൊടുത്തിട്ടുള്ള അതേപോലെ പഠിച്ചങ്ങോട്ട് പോകുന്നു. റെഡി, പക്ഷേ ആ ഓരോ അക്കൗണ്ട്സിനും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും എന്തുണ്ട്, ഒരു കൺസെപ്റ്റ് ഉണ്ട്. റെഡി, ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്ട്രാ പുറത്തു നിന്ന് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു കാര്യം ഈ ഫോർമാറ്റിൽ ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്ത് ചിന്തിച്ചുകൊണ്ട് ആ കൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആൻസറിലെത്താൻ പറ്റും. പക്ഷേ ഇത് പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? പലരും ബൈഹാർട്ടാണ് പഠിക്കുക അല്ലെ, എന്താണ് ജസ്റ്റ് ഇത് ബുക്ക് മറച്ച് നോക്കുന്നു, അത് മനസ്സിലാക്കുന്നു, കഴിഞ്ഞ് പൂട്ടി വെക്കുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ട്. റെഡി, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി, ആ ഒരു എക്സാം മോഡലിൽ നിന്നും മാറി ആപ്ലിക്കേഷൻ മോഡലിൽ എത്തുന്നതാണ് എന്തെന്ന് നമ്മുടെ പാറ്റേൺ ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ടഫാകുന്നത് ആപ്ലിക്കേഷൻ ലെവൽ എന്നുള്ള രീതിയിൽ നിങ്ങളെ എക്സാമിനെ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരിക്കലും ഇനി നിങ്ങൾ ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതൊന്നും ഒരിക്കലും എന്താക്കാൻ പാടില്ല, ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് പഠിക്കാനുള്ളത് എന്നൊന്ന് നോക്കിക്കൊണ്ട് പോവുക എന്നതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കുക. കൃത്യമായിട്ട് ഓരോന്നും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കുന്നു എന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. റെഡി, അങ്ങനെയേ നമ്മൾ ഇനി ഓരോ എക്സാമിനെയും ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. റെഡി, അങ്ങനെ ട്രീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എന്തുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് എക്സാമിന് മുൻപേ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും പല കുട്ടികളുണ്ട് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ട്, അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാത്ത മക്കളുണ്ട്. മക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഇനി ഉണ്ടാവുന്ന എക്സാമുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും, നല്ല രീതിയിൽ അത് പഠിച്ച് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വന്നു കഴിഞ്ഞാലും എഴുതാൻ പാകത്തിൽ നിങ്ങൾ ഓരോ കൺസെപ്റ്റും ക്ലിയർ ആക്കിയിരിക്കണം. റെഡി, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഓണം എക്സാമിന് ഇനി ഒരു 1 മന്ത് ടൈമുണ്ട്.
ആ ഒരു 1 മന്ത് മതി. ഈ ഒരു 1 മന്ത് മതി നന്നായിട്ടിരുന്ന് പഠിക്കുക. അതിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് എക്സാം വരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് ആ ക്ലാസ്സുകൾ പോവുക. ഓക്കെ, 1 ഷോട്ടുകളായിട്ടും അതുപോലെ തന്നെ എന്താ ചാപ്റ്റർ വൈസ് എക്സാമുകളായിട്ടും നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് എക്സാം ആയിട്ടും PYQ ആയിട്ടും എക്സാംസ്, മോഡൽ എക്സാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. റെഡി. അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ സെഷൻ ആയിട്ടും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് നമ്മൾ ഓണം എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ബാച്ചിൽ മക്കൾക്ക് തരാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. കാരണം അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. റെഡി. സോ അതുകൊണ്ടാണ് ഇപ്പോഴും ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്ത ഒരുപാട് മക്കളുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് എന്താക്കണം, ഈ വർഷം മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. റെഡി. അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്രത്തോളം ടഫായിട്ട് വന്നാലും അതിനെല്ലാം നമുക്ക് എന്താക്കണം, നല്ല രീതിയിൽ തരണം ചെയ്ത് പോകണം. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റണം. ഓക്കെ, ഒരു മക്കളും എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിൽ നിന്ന് അയ്യോ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ആ ഒരു വിഷമത്തോടെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്നും പുറത്ത് ഇറങ്ങാൻ പാടില്ല. നല്ല സന്തോഷത്തോടെ തന്നെ ഇറങ്ങുക, നന്നായിട്ട് എക്സാം എഴുതുക. അതിന് എഴുതാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക, നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ. യെസ്. അപ്പം ഈ കാര്യം മറന്നു പോകണ്ട. നമ്മുടെ എക്സാമിനൊക്കെ ഇനി 1 മന്ത് ടൈമുള്ളൂ. ആ 1 മന്ത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ടാറ്റാ.